എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജോലിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മളെല്ലാവരും മാനസികമായി ഡൗൺ ആകുന്നത് സ്വാഭാവികമാണ് അല്ലേ? തുടർച്ചയായ ഡെഡ് ലൈനുകൾ, ക്രിയേറ്റീവ് ബ്ലോക്കുകൾ, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ, ഇതൊക്കെ നമ്മുടെ മൂഡിനെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഈ മൂഡ് ഓഫ് അവസ്ഥകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് തോന്നി. ഇത് നിങ്ങൾക്കൊരു സഹായകമായേക്കും. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ മൂഡ് ഓഫ് അല്ലെങ്കിൽ വിഷാദാവസ്ഥയെ എങ്ങനെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാം, എപ്പോഴാണ് പ്രൊഫഷണൽ സഹായം തേടേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ്. ഇതൊരു സാധാരണ പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിൽ ഒരു മടിയും വിചാരിക്കേണ്ട എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ മൂഡ് ഓഫ് ആകുന്നത്? പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് മൂഡ് ഓഫ് അനുഭവപ്പെടാം. ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് നോക്കാം. ജോലി സംബന്ധമായ സമ്മർദ്ദം, നേരത്തെ പറഞ്ഞതുപോലെ ഡെഡ് ലൈനുകൾ, വർക്ക് ലോഡ്, ക്രിയേറ്റീവ് പ്രഷർ, സഹപ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ജോലിയിൽ വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല എന്ന തോന്നൽ എന്നിവയെല്ലാം നമ്മളെ തളർത്തിയേക്കാം. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ, വേണ്ടപ്പെട്ടവരുടെ വേർപാട് അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവയും മാനസികാവസ്ഥയെ സാരമായി ബാധിക്കും. ജീവിതശൈലിയിലെ പ്രശ്നങ്ങളുണ്ട്. മതിയായി ഉറക്കം ലഭിക്കാതിരിക്കുക, വ്യായാമക്കുറവ്, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയെല്ലാം നമ്മുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ വിഷാദത്തിലേക്ക് നയിച്ചേക്കാം. മറ്റൊന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ്. ചിലപ്പോൾ കാലാവസ്ഥാ മാറ്റങ്ങൾ പോലും നമ്മുടെ മൂഡിനെ സ്വാധീനിക്കാറുണ്ട്. പ്രത്യേകിച്ച് വെളിച്ചക്കുറവുള്ള ശൈത്യകാലങ്ങളിൽ ചിലർക്ക് കൂടുതൽ ക്ഷീണവും മടുപ്പും അനുഭവപ്പെടാം. ഇതിനെ സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയും. മറ്റു ചില കാരണങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവില്ല. ചില വ്യക്തികളിൽ ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടോ മുൻകാലങ്ങളിലെ ദുരനുഭവങ്ങൾ കൊണ്ടോ വിഷാദ രോഗത്തിനുള്ള സാധ്യത കൂടുതലായിരിക്കാം. ഹോർമോൺ വ്യതിയാനങ്ങളും ഒരു കാരണമാകാം. മറ്റൊന്ന് പരിഹരിക്കപ്പെടാത്ത ദുഃഖമാണ്. ചില നഷ്ടങ്ങളോ ദുഃഖകരമായ സംഭവങ്ങളോ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് കാലക്രമേണ വിഷാദത്തിലേക്ക് വഴിതെളിക്കും. സാമൂഹികമായ ഒറ്റപ്പെടൽ, വേണ്ടത്ര സാമൂഹിക ബന്ധങ്ങളില്ലാതിരിക്കുക, ഒറ്റപ്പെട്ടതായി തോന്നുക എന്നിവയും മാനസികാരോഗ്യത്തെ മോശമായി ബാധിക്കും. ഈ കാരണങ്ങൾ തിരിച്ചറിയുന്നത് തന്നെ പ്രശ്നപരിഹാരത്തിലേക്കുള്ള ആദ്യ പടിയാണ്. ഇനി ഈ മൂഡ് ഓഫ് അവസ്ഥകളെ മറികടക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില പ്രായോഗികമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ശാരീരിക വ്യായാമം. വ്യായാമം നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിയണം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. ഇത് നടക്കുകയോ ഓടുകയോ സൈക്കിൾ ചവിട്ടുകയോ നീന്തുകയോ ഡാൻസ് ചെയ്യുകയോ എന്തുമാകാം. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ പോലുള്ള സന്തോഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ഉത്കണ്ഠ അകറ്റാനും ഉറക്കം മെച്ചപ്പെടുത്താനും മൊത്തത്തിൽ ഒരു പോസിറ്റീവ് എനർജി നൽകാനും സഹായിക്കും. രാവിലെ വ്യായാമം ചെയ്യുന്നത് ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ പ്രത്യേകിച്ചും നല്ലതാണ്. 2, ആരോഗ്യകരമായ ഭക്ഷണക്രമം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കും. സമീകൃതവും പോഷകസമൃദ്ധവുമായ ആഹാരം ശീലമാക്കുക. ഇവയിൽ ധാരാളം വിറ്റാമിനുകളും മിനറൽസും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇലക്കറികൾ, ബെറിപ്പഴങ്ങൾ, ഓറഞ്ച് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മറ്റൊന്ന്, മുഴുധാന്യങ്ങളും ഉൾപ്പെടുത്തുക എന്നതാണ്. തവിടുള്ള അരി, ഗോതമ്പ്, ഓട്സ് തുടങ്ങിയവ ഊർജം നൽകാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും. മത്തി, അയല പോലുള്ള മത്സ്യങ്ങളിലും വാൾനട്ടിലും ഫ്ലാക്സ് സീഡുകളിലും അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ വിഷാദരോഗ ലക്ഷണങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഊർജ്ജസ്വലമായിരിക്കാനും സഹായിക്കും. സംസ്കരിച്ച ഭക്ഷണങ്ങൾ, പഞ്ചസാരയുടെ അളവ് കൂടിയ ഭക്ഷണങ്ങൾ, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, അമിതമായി കഫീൻ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. ഇവ താൽക്കാലികമായി ഒരു ഉണർവ് നൽകുമെങ്കിലും പിന്നീട് കൂടുതൽ ക്ഷീണത്തിനും മൂഡ് ഓഫ് മാറ്റങ്ങൾക്കും കാരണമായേക്കാം. മതിയായ ഉറക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാനസികാരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല ഉറക്കം. ദിവസവും 7 മുതൽ 8 മണിക്കൂർ തുടർച്ചയായി ഉറങ്ങാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഉറക്കത്തെ ക്രമപ്പെടുത്താൻ സഹായിക്കും. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, TV എന്നിവയുടെ ഉപയോഗം ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നിർത്തുക. ഇവയിൽ നിന്നുള്ള നീല വെളിച്ചം ഉറക്കത്തെ തടസ്സപ്പെടുത്തും. കിടപ്പുമുറി ശാന്തവും ഇരുണ്ടതും തണുപ്പുള്ളതുമായിരിക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യമെങ്കിൽ മാത്രം പകൽ ചെറിയൊരു മയക്കമാകാം, പക്ഷേ അത് ദൈർഘ്യമേറിയതാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, മനസ്സിന് വിശ്രമം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നതാണ്.
നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾക്കായി കുറച്ച് സമയം കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. സംഗീതത്തിന് നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കാൻ വലിയ കഴിവുണ്ട്. ഇഷ്ടമുള്ള മനസ്സിന് സന്തോഷം നൽകുന്ന പാട്ടുകൾ കേൾക്കുന്നത് പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഹോബികൾക്കായി സമയം കണ്ടെത്തുക. അത് വായന, എഴുത്ത്, ചിത്രം വര, ഗാർഡനിങ്, പാചകം, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കൽ എന്തുമാകാം. ഇവ നമ്മുടെ ശ്രദ്ധയെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മാറ്റാനും സംതൃപ്തി നൽകാനും സഹായിക്കും. കുറച്ച് സമയം പ്രകൃതിയിൽ ചെലവഴിക്കുന്നത്, അതായത് നടക്കാൻ പോകുന്നത്, ചെടികൾ നനയ്ക്കുന്നതൊക്കെ മനസ്സിന് കുളിർമയേകും. ഗാർഡനിങ് ചെയ്യുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതായി പഠനങ്ങളുണ്ട്. ഒരു പുതിയ ഭാഷ പഠിക്കുന്നതോ ഒരു സംഗീതോപകരണം വായിക്കാൻ പഠിക്കുന്നതോ നിങ്ങളുടെ മനസ്സിന് പുതിയ ഉണർവ് നൽകും. മൈൻഡ്ഫുൾനെസ്സും റിലാക്സേഷൻ ടെക്നിക്കുകളും ഉൾപ്പെടുത്തണം. മൈൻഡ്ഫുൾനെസ് എന്നാൽ ഇപ്പോഴുള്ള നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത്. ഇത് ഉത്കണ്ഠ കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കും. ഡീപ്പ് ബ്രീത്തിങ്, സാവധാനത്തിൽ ദീർഘമായി ശ്വാസം എടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക. മൂക്കിലൂടെ ശ്വാസം എടുത്ത് കുറച്ചുനേരം ഉള്ളിൽ നിർത്തി വായിലൂടെ സാവധാനം പുറത്തുവിടുക. ഇത് ദിവസത്തിൽ പലതവണ ചെയ്യുന്നത് പെട്ടെന്ന് റിലാക്സ് ആകാൻ സഹായിക്കും. മെഡിറ്റേഷൻ, ദിവസവും 10 മുതൽ 15 മിനിറ്റ് ധ്യാനിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ ധാരാളം മൊബൈൽ ആപ്ലിക്കേഷനുകളും ഓൺലൈൻ വിഭവങ്ങളും ഗൈഡഡ് മെഡിറ്റേഷന് ലഭ്യമാണ്. പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ, ശരീരത്തിലെ ഓരോ പേശി ഗ്രൂപ്പുകളെയും ബോധപൂർവ്വം മുറുക്കുകയും പിന്നീട് അയക്കുകയും ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് ശരീരത്തിലെ പിരിമുറുക്കം തിരിച്ചറിയാനും അത് കുറയ്ക്കാനും സഹായിക്കും. വിഷ്വലൈസേഷൻ, നിങ്ങൾ ശാന്തവും സന്തോഷവുമായിരിക്കുന്ന ഒരു സ്ഥലത്താണെന്ന് സങ്കല്പിക്കുക. കടൽ തീരമോ മനോഹരമായ ഒരു പൂന്തോട്ടമോ ഇഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലമോ ആകാം. അവിടുത്തെ കാഴ്ചകളും ശബ്ദങ്ങളും ഗന്ധങ്ങളുമെല്ലാം മനസ്സിൽ കാണാൻ ശ്രമിക്കുക. മറ്റൊന്ന് സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ്. നമ്മൾ സാമൂഹിക ജീവികളാണ്. നല്ല സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും നമ്മുടെ മാനസികാരോഗ്യത്തിന് താങ്ങും തണലുമാണ്. നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ തുറന്ന് സംസാരിക്കുക. ചിലപ്പോൾ ഒരാൾ നമ്മളെ കേൾക്കാൻ ഉണ്ടാകുന്നത് തന്നെ വലിയ ആശ്വാസമാണ്. ഒരുമിച്ചിരുന്ന് സമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരങ്ങൾ കണ്ടെത്തുന്നതും നല്ലതാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ സിനിമ കാണുന്നതോ ചെറിയ യാത്രകൾ പോകുന്നതോ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സന്തോഷം നൽകാനും സഹായിക്കും. പുതിയ ആളുകളെ പരിചയപ്പെടാനും സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും ശ്രമിക്കുക. നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. പലപ്പോഴും നമ്മുടെ മൂഡ് ഓഫിന് കാരണം നെഗറ്റീവ് ചിന്തകളാണ്. എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, എല്ലാം എൻ്റെ തെറ്റാണ് തുടങ്ങിയ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അവയെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ചിന്തകളെ ചോദ്യം ചെയ്യുക. ആ ചിന്തകൾ ശരിയാണോ, അതിനെന്തെങ്കിലും വസ്തുതാപരമായ അടിസ്ഥാനമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. പോസിറ്റീവ് റീഫ്രെയിമിംഗ്, നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവായി മാറ്റി എഴുതാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, ഈ പ്രൊജക്റ്റ് ഞാൻ വിചാരിച്ചത്ര നന്നായില്ല എന്നതിന് പകരം ഈ പ്രൊജക്റ്റിൽ നിന്ന് ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചു, അടുത്തതിൽ കൂടുതൽ നന്നായി ചെയ്യാൻ ശ്രമിക്കും എന്ന് ചിന്തിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, എല്ലാ ദിവസവും നിങ്ങൾക്ക് നന്ദിയുള്ള 3 കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതുക. ഇത് ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും പോസിറ്റീവ് മനോഭാവം വളർത്താനും സഹായിക്കും. ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക, അവ നേടിയെടുക്കുക. വലിയ ജോലികൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയവും മടുപ്പും തോന്നാം. അതിനു പകരം വലിയ ജോലികളെ ചെറിയ ചെറിയ ടാസ്കുകളായി വിഭജിക്കുക. ഓരോ ചെറിയ ടാസ്കും പൂർത്തിയാക്കുമ്പോൾ അത് നിങ്ങൾക്ക് സംതൃപ്തിയും മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും നൽകും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാകുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. വേണ്ടി വന്നാൽ ഒരു ഇടവേള എടുക്കുക. ചില സമയങ്ങളിൽ ജോലിയിൽ നിന്നോ നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നോ ഒരു ചെറിയ ഇടവേള എടുക്കുന്നത് നല്ലതാണ്. അത് ചെറിയ നടപ്പാകാം, കുറച്ചു നേരം കണ്ണടച്ചിരിക്കുന്നതാകാം, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ അവധിയെടുത്ത് ഇഷ്ടമുള്ള ഒരിടത്തേക്ക് യാത്ര പോകുന്നതുമാകാം. ഈ ഇടവേളകൾ നമ്മളെ റീചാർജ് ചെയ്യാനും പുതിയൊരു കാഴ്ചപ്പാടോടെ കാര്യങ്ങളെ സമീപിക്കാനും സഹായിക്കും. എപ്പോഴാണ് പ്രൊഫഷണൽ സഹായം തേടേണ്ടത്? മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ മൂഡ് ഓഫിൽ കാര്യമായി മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ അവസ്ഥ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ജോലിയെയും ബന്ധങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടാൻ മടിക്കരുത്. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായും സഹായം തേടണം. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വിഷാദമോ കടുത്ത സങ്കടമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, മുൻപ് ആസ്വദിച്ചിരുന്ന കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും വിദഗ്ധൻ്റെ സഹായം തേടുക. ഉറക്കത്തിലും വിശപ്പിലും കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അകാരണമായ ക്ഷീണവും ഊർജ്ജക്കുറവും അനുഭവപ്പെടുമ്പോഴും, ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴും സഹായം തേടാവുന്നതാണ്. ആത്മഹത്യാ ചിന്തകളോ സ്വയം മുറിവേൽപ്പിക്കാനുള്ള പ്രവണതയോ ഉണ്ടാകുമ്പോൾ, ഒറ്റപ്പെട്ടതായി തോന്നുക, മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക, അമിതമായ ഉത്കണ്ഠ, പേടി, ദേഷ്യം ഇക്കാര്യം അനുഭവപ്പെടുമ്പോൾ പ്രൊഫഷണലിസ്റ്റിൻ്റെ സഹായം തേടുന്നത് നല്ലതാണ്. ഓർക്കുക, ശാരീരികമായ അസുഖങ്ങൾക്ക് നമ്മൾ ഡോക്ടറെ കാണുന്നത് പോലെ തന്നെയാണ് മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടുന്നത്. അതിൽ തെറ്റോ കുറച്ചിലോ ഇല്ല.
അവർക്ക് നിങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അനുയോജ്യമായ ചികിത്സ നൽകാനും കഴിയും. അത് കൗൺസിലിംഗ് ആകാം, തെറാപ്പി ആകാം, ചിലപ്പോൾ മരുന്നുകൾ ആവശ്യമായി വന്നേക്കാം. നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ സ്വത്താണ്. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത് വളരെ പ്രധാനവുമാണ്. ഇടയ്ക്കിടെ മൂഡ് ഓഫ് ആകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് നമ്മളെ കീഴടക്കാൻ അനുവദിക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആവശ്യമെങ്കിൽ സംസാരിക്കാനും സഹായം തേടാനും മടിക്കരുത്. നമ്മൾ പരസ്പരം താങ്ങും തണലുമായിരിക്കണം.